ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കണ്ടന്റ് സിംപ്ലിഫൈഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എത്തിക്സിലെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇന്റഗ്രിറ്റി. എന്താണ് ഇന്റഗ്രിറ്റി? ഇന്റഗ്രിറ്റി ഇസ് നത്തിങ് ബട്ട് ബീങ് ഓണസ്റ്റ് ആൻഡ് ഹോൾഡിംഗ് മോറൽ പ്രിൻസിപ്പിൾസ് അറ്റ് ഓൾ സർക്കംസ്റ്റാൻസസ്. അതായത് അഡ്വേഴ്സ് സിറ്റുവേഷൻസിൽ പോലും സത്യസന്ധരായിരിക്കുകയും അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന മോറൽ പ്രിൻസിപ്പിൾസിനെ പരമാവധി അപ്ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഡെയിലി ലൈഫിൽ ഓണസ്റ്റിക്ക് പകരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ഇന്റഗ്രിറ്റിയും ഓണസ്റ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓണസ്റ്റി എന്ന് പറയുന്നത് കേവലം സത്യസന്ധതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു ഹോണസ്റ്റിക്ക് പുറമെ നമ്മളുടെ മോറൽ പ്രിൻസിപ്പിൾസിനെ അപ്ഹോൾഡ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോഴേ സംഭവിക്കുന്നുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു പബ്ലിക് സെർവന്റ് ആണെന്നിരിക്കട്ടെ. നമ്മൾ ഒരു ഓഫീസിൽ ജോലിയൊന്നും ചെയ്യാതെ പരമാവധി സമയം വെറുതെ ഇരിക്കുകയാണെന്ന് കരുതുക. അവിടെ നമ്മൾ സത്യസന്ധരാവാതിരിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു പബ്ലിക് സെർവന്റ് അയാളുടെ ഓഫീസ് സമയങ്ങളിൽ വെറുതെ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. അദ്ദേഹം സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഹോണസ്റ്റ് തന്നെയാണ്. അദ്ദേഹം നുണ പറയുന്നില്ല, മറ്റ് മാൽ പ്രാക്ടീസസ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഓണസ്റ്റ് അല്ല നമുക്ക് ഒരുപക്ഷെ പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അദ്ദേഹം ഇന്റഗ്രിറ്റിയിൽ ഓഫീസർ അല്ല നമുക്ക് പറയാൻ കഴിയും. കാരണം എന്താ? ഒരു പബ്ലിക് സെർവന്റിന് വേണ്ട മോറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാ? അതിൽ ആ പബ്ലിക് സെർവന്റിന് മോറൽ പ്രിൻസിപ്പിൾസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എഫിഷ്യൻസി. അദ്ദേഹം പബ്ലിക് വെൽഫെയറിന് വേണ്ടി തന്റെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പബ്ലിക് സെർവന്റ് അപ്ഹോൾഡ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ആണ്. അത് അപ്ഹോൾഡ് ചെയ്യാത്തടത്തോളം കാലം അദ്ദേഹത്തെ ഇന്റഗ്രിറ്റി ഉള്ള ഓഫീസർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് മോറൽ പ്രിൻസിപ്പിൾസ് അപ്ഹോൾഡ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പബ്ലിക് സെർവന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് സെർവന്റിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില വാല്യൂസ് നോളൻ കമ്മിറ്റിയും സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനും എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ വാല്യൂസ്? സെൽഫ്ലെസ്നെസ്, ഓണസ്റ്റി, ഓപ്പൺനെസ്, ട്രാൻസ്പാരൻസി, ലീഡർഷിപ്പ്, എംപതി, അതുപോലുള്ള അനേകം വാല്യൂസ് ഈ രണ്ട് കമ്മിറ്റീസും ഒരു പബ്ലിക് സെർവന്റിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വാല്യൂസും എല്ലാ സമയത്തും അപ്ഹോൾഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസർ പിറക്കുന്നുള്ളൂ. നമ്മൾ പറയാറുണ്ട് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ടാണ് ഒരു പർട്ടിക്കുലർ പ്രദേശം എന്നല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്റഗ്രിറ്റി ആസ് എ പാർട്ട് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ഹോൾസം തിങ് ആണ്. നമുക്ക് അതിനെ പാർട്ടായിട്ട് പറയാൻ കഴിയില്ല. ഒരു പബ്ലിക് സെർവന്റിന് വേണ്ട എല്ലാ വാല്യൂസും എല്ലാ സമയത്തും അപ്ഹോൾഡ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഇന്റഗ്രിറ്റി ഉള്ള പബ്ലിക് സെർവന്റ് ആയിട്ട് ഒരാൾ മാറുന്നുള്ളൂ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മാമല്ലപുരത്ത് നടന്ന ഇന്ത്യ ചൈന ബൈലാറ്ററൽ സമ്മിറ്റിനിടയ്ക്ക് നരേന്ദ്രമോദി, നമ്മളുടെ പ്രധാനമന്ത്രി, മാമല്ലപുരം ബീച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു ഫോട്ടോ നമ്മളെല്ലാം കാണുകയുണ്ടായി. അത് പ്രൈം മിനിസ്റ്ററിന്റെ ഇന്റഗ്രിറ്റിയെ കൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണത്? നമുക്കറിയാം, പ്രൈം മിനിസ്റ്റർ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നുള്ള ഒരു മഹത്തായ പദ്ധതിയുടെ ലീഡർ കൂടെയാണ്. അങ്ങനെ ഒരു മഹത്തായ പദ്ധതിയുടെ ലീഡർ, അതായത് നിങ്ങളുടെ വീടും പരിസരവും എല്ലാം ശുചിയായി സൂക്ഷിക്കണം എന്ന് എല്ലാവരോടും പറയുന്ന ഒരു ലീഡർ മാമല്ലപുരത്തെ ബീച്ചിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങുമ്പോൾ സൈഡിൽ കാണുന്ന ലിറ്റേഴ്സ്, ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം കണ്ടിട്ടും അത് കാണാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിനെ ബാധിക്കും. അദ്ദേഹം ആ വേസ്റ്റ് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കൃത്യമായി ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ കൂടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഇന്റഗ്രിറ്റി ഉള്ള ഒരു പബ്ലിക് സെർവന്റായി മാറുന്നത്. അവിടെ അദ്ദേഹം പ്രീച്ച് ചെയ്യുന്ന വാല്യൂസ് പ്രാക്ടീസ് കൂടെയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ലീഡർ ആയി മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഐഡിയയെ അദ്ദേഹം പ്രാക്ടീസിൽ കൊണ്ടുവരികയാണ് അവിടെ അദ്ദേഹം ചെയ്യുന്നത്. സോ ഇന്റഗ്രിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മറ്റൊരു കോൺസെപ്റ്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.